ഹലോ, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുമല്ലോ അല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുതേ. ഇന്ന് നമ്മൾ അയല കറി വയ്ക്കാൻ പോവുകയാണ്. തേങ്ങ അരച്ച കറി കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ നമ്മൾ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിൽ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇതിലായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം, എരിവിനനുസരണം നിങ്ങൾ മീൻകറി ഉണ്ടാക്കുമല്ലോ, അത് ആ ഒരളവിൽ എടുത്തോളൂ കേട്ടോ. തേങ്ങ, കറിവേപ്പില. ഇനി ഇത് ഇത്രയും കൂട്ടി നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചു എന്ന് മാത്രം. ഞാൻ ഇത് ഇത്രയും അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പൊടികളും തേങ്ങയും എല്ലാം കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് വേണം. മീൻകറി ഉണ്ടാക്കാൻ ആവശ്യമായ പുളിവെള്ളം, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഒരു തക്കാളി, ഒരു ഇടത്തരം തക്കാളി കേട്ടോ. പുളിവെള്ളം എടുക്കണ്ടല്ലോ, അപ്പോൾ പുളി നോക്കിയിട്ട് വലുതെടുക്കണ്ട, തക്കാളിയുടെ പുളി നോക്കിയിട്ട് എടുത്തോളൂ. ഒരു സവോള, ഒരു തണ്ട് കറിവേപ്പില. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഫിഷ്. പിന്നെ നമുക്ക് കറി വയ്ക്കാൻ ആവശ്യമായ ശുദ്ധമായ വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് കറി വെച്ച് തുടങ്ങിയാലോ. ഉലുവ ഇട്ടു കേട്ടോ. കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചു. കടുക് ഉലുവയും പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ഇടാൻ പോവാണ്. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന താമസം മാത്രം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് തട്ടാം കേട്ടോ. ഒന്ന് വഴണ്ട് വന്നോട്ടേക്ക്. സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി തക്കാളി ഇടാം. ശേഷം കറിവേപ്പിൻ്റെ എല്ലാം തട്ടി കൊടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് വാടട്ടെ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പുളിവെള്ളം കൂടി ചേർക്കാം. നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർത്തോളൂ. ഇനി പുളി വെള്ളം നന്നായിട്ട് കിടന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. പുളിവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കാൻ പോവാണ് കേട്ടോ. ഈ സ്റ്റേജിൽ കറിക്ക് ആവശ്യമായ ചാറ് നിങ്ങൾക്ക് തീരുമാനിക്കുക. അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തോളൂ. അപ്പം ഇത്രയും ഗ്രേവിയുടെ ആവശ്യം ഞങ്ങൾക്കുള്ളൂ. അതനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇടാം. കറി തിളച്ചിട്ടുണ്ട്, മീനിടാം കേട്ടോ. അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല ചൂട് ചോറും ഒരു എന്നുള്ള പപ്പടം കൂട്ടിയിട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ ചോറ് ഉള്ളാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കാന്താരി ഉപ്പിലിട്ടതും കൂടി ആയാൽ സൂപ്പർ. ഇത് കൂട്ടാം.